നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ അറ്റുപോയ കാല് കൂടെ ഒന്ന് എടുത്തിട്ട് വരണേ. ഒരു മനുഷ്യൻ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ, റോഡിൽ അപകടം സംഭവിച്ചു കിടക്കുമ്പോഴും വളരെ ദയനീയമായിട്ട് പറഞ്ഞൊരു വാക്കാണത്. അതായത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം അറ്റുപോയിരിക്കുന്നു. അത് കൂട്ടിച്ചേർക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ ആ നാട്ടുകാരോട് കരഞ്ഞു പറയുകയായിരുന്നു. വളരെ വേദനപ്പെടുത്തുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആക്സിഡന്റ് വാർത്ത നമ്മൾ കേട്ടത്. അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ വളരെ ദയനീയമായി പറയുന്നു തന്റെ കാലറ്റുപോയി എന്ന്. ഒരു റോഡിലേക്ക് വാഹനവുമായിട്ട് ഇറങ്ങുന്ന ഓരോ മനുഷ്യനോട് നമ്മൾ പല ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഇത്. നിങ്ങളൊന്ന് സൂക്ഷിക്കണം. നിങ്ങൾ വാഹനമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ജീവൻ മാത്രമല്ല. നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിങ്ങളുടെ വീട്ടുകാർക്കും സ്വന്തക്കാർക്കും തിരികെ നിങ്ങളെ കിട്ടണമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ വരുന്നതോ അല്ലെങ്കിൽ ആ റോഡിൽ മറ്റു ആളുകളുടെയോ ജീവനും ജീവിതവും നിങ്ങളുടെ കയ്യിലാണ്. കൃത്യമായിട്ട് നമ്മൾ വാഹനം ഓടിച്ചാൽ മാത്രം നമുക്ക് വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന ആ റൂട്ടിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകൾ കൂടെ ജാഗ്രതയോടെ വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്കും ഒന്നും പറ്റാതെ വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ പലരുടെയും കയ്യിൽ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വലിയ എന്തോ കാര്യം ചെയ്യുന്നത് പോലെയാണ് ഈ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നതിന് ഒരു ഉത്തരവാദിത്വമില്ലാതെയുള്ള രീതികൾ. പലപ്പോഴും പലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ അത് വലിയ സംഭവമാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ അത്തരത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പാഞ്ഞടിക്കുന്നത് നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടുന്ന ഒരു കാര്യമാണ് വാഹനം ഓടിക്കുക എന്നുള്ളത്. ഒരേ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരേപോലെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ജോലിയാണ് ഡ്രൈവിംഗ്. പക്ഷേ അതിനെ പോലും വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു ബസ് അപകടത്തിൽപ്പെട്ട സംഭവം നമ്മൾ കണ്ടു. പിന്നീടാണ് അതിന്റെ ചുരുളഴിഞ്ഞത്. വാഹനം അമിത വേഗതയിൽ പോകുന്നു എന്നതിനേക്കാൾ ഉപരി വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഒരു ബസ്സിൽ ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങളെ വിശ്വസിച്ച 10-40 പേരാണ് പുറകിലിരിക്കുന്നത്. ആ 40 പേരിൽ ഒരു 5 പേർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ 5 കുടുംബങ്ങൾ, അതിൽ തന്നെ 20-30 ആളുകളാണ് ഒരേ സമയത്ത് ഹൃദയം നുറുങ്ങുന്നത്. നിങ്ങളുടെ കയ്യിലാണ് അവരുടെയൊക്കെ ജീവനും അവരുടെയൊക്കെ ജീവിതത്തിനും ഉത്തരവാദിത്വം എന്ന് ഓർക്കുക. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ എത്ര കേട്ടാലും പഠിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം പാറ്റൂരിലെ ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് അയാൾ ആ കാലിനെ കുറിച്ച് സംസാരിച്ചതെങ്കിലും ആ പ്രതീക്ഷയെല്ലാം അറ്റുപോയി. ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായില്ല എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പാറ്റൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായിട്ടുള്ള മലയൻകീഴ് മച്ചേൽ ഉദയനിവാസിൽ പ്രശാന്ത് കുമാർ എന്ന് പറയുന്ന 45-കാരന് കാല് അറ്റുപോയത് തന്നെയാണ്. അതിനെ കൂട്ടിച്ചേർക്കാനാവില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആശുപത്രി അധികൃതർ അവരാൽ സാധിക്കുന്നതെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അറ്റുപോയ കാല് അത് ചിന്നിച്ചിതറിയതിനാൽ അത് കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ആശുപത്രി അധികൃതർ എത്തിയിരിക്കുന്നത്. സെമിത്തേരിയിലേക്ക് തെറിച്ചു വീണ വലതുകാലിന്റെ തുടയിൽ താഴെയുള്ള ഭാഗം ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ചതഞ്ഞ നിലയിലാണ് കാലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുന്നിച്ചേർക്കാൻ സാധിക്കില്ല എന്നാണ് കിംസ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് യുവാവ് ചികിത്സയിൽ തുടരുന്നത്. വിമാനത്താവളത്തിൽ ബില്ലിംഗ് ക്ലർക്കായ പ്രശാന്ത് കുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതിദാരുണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചത്. അതേസമയം അപകടത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്ന ചടയമംഗലം സ്വദേശി സിദ്ധാർത്ഥ് ശിവനെയും ഒപ്പമുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശി അനന്തകൃഷ്ണയെയും റിമാൻഡ് ചെയ്തതാണ് വിവരം. മനഃപൂർവ്വമില്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവർ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തുന്നു. അപകടം നടന്ന സമയത്ത് കാറിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളടക്കം കണ്ടെത്തി. അപകട സ്ഥലത്ത് ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ട് തെളിവെടുപ്പ് നടത്തി. അപകടമുണ്ടാക്കിയ കാർ, തകർന്ന ഓട്ടോ, ബൈക്ക് എന്നിവ പരിശോധിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് 6:30 കേരളത്തിൽ നടക്കിയിട്ടുള്ള ആ ഒരു അപകടം. പാറ്റൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിക്ക് സമീപത്തെ വളവിലായിരുന്നു അപകടം. ജനറൽ ആശുപത്രി ഭാഗത്തു നിന്നും പാറ്റൂരിലേക്ക് വരികയായിരുന്ന കാർ വളവ്
കഴിഞ്ഞയുടൻ നിയന്ത്രണം വിടുകയായിരുന്നു. ഡിവൈഡർ തകർന്ന് പാഞ്ഞ കാറ് ആദ്യം എതിർദിശയിൽ വരികയായിരുന്ന പ്രശാന്ത് കുമാറിന്റെ ബൈക്കിലും തുടർന്ന് ഓട്ടോയിലും ഇടിച്ചു. കാൽ നഷ്ടമായ പ്രശാന്തിനെയും ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന പരിക്കേറ്റവരെയും 3 ആംബുലൻസിലായി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. കാൽ മുറിഞ്ഞ് തെറിച്ചു പോയെന്ന് ഓടിക്കൂടിയവരോട് പ്രശാന്ത് അന്ന് വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും പലരുടെയും ചെവിയിൽ വേദനയായി നിൽക്കുകയാണ്. തുടർന്ന് അവസ്ഥയിലായിരുന്ന ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ സെമിത്തേരിയിൽ നടത്തിയിട്ടുള്ള തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം പോലും കണ്ടെത്തിയത്. ഇത് മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് വിവരം. എന്തായാലും വളരെ വേദനയോടെയാണ് കഴിഞ്ഞ ദിവസം ആ യുവാവിന്റെ ആ ഒരു കരച്ചിൽ കൂടിയിരുന്ന ആളുകൾ കേട്ടത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പാറ്റൂർ അപകടത്തിൽ കാലറ്റുപോയ പ്രശാന്ത് തന്റെ കാൽ സെമിത്തേരിയിലുണ്ടെന്ന് സമീപവാസികളോട് പറയുമ്പോൾ അത്രമാത്രം ദയനീയമായ ഒരു സാഹചര്യമായിരുന്നു അത്. ഓടിക്കൂടിയ ജനങ്ങൾ അപ്പോഴാണ് അയാളുടെ കാൽ അറ്റുപോയി എന്ന് പോലും മനസ്സിലാക്കുന്നത്. സെമിത്തേരിയിൽ കിടക്കുന്ന കാൽ കൂടിയെടുക്കാൻ വേദനയോടെ അയാൾ വിളിച്ചു പറയുകയായിരുന്നെന്ന് പല ദൃക്സാക്ഷികളും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടു. ഓടിക്കൂടിയവരെല്ലാം ഇത് കേട്ട് പരിഭ്രമിച്ചു. ഓടിക്കൂടിയവർ കാലിനായി തിരച്ചിൽ നടത്തി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് സെമിത്തേരി. പിന്നീട് ആളുകൾ തെറിച്ചു വീണ കാലിന്റെ ഭാഗം കണ്ടെടുത്ത് ആംബുലൻസിൽ കയറ്റിയെങ്കിലും പ്രശാന്തിന്റെ ബോധം നഷ്ടപ്പെട്ട് പ്രശാന്തിനെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു. പാറ്റൂർ ജംഗ്ഷന് സമീപത്താണ് കഴിഞ്ഞ ദിവസം സന്ധ്യയോടടുത്ത് ഇത്തരം ഒരു അതിഗുരുതരമായിട്ടുള്ള അപകടം സംഭവിച്ചത്. പാറ്റൂരിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഉടനെ സമീപത്തുണ്ടായിരുന്ന നഴ്സിംഗ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് പ്രാഥമിക ചികിത്സ നൽകിയത് കൊണ്ട് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടു. എന്നിരുന്നാലും കാലറ്റുപോയതിനെ തുടർന്ന് റോഡിൽ നിറയെ ചോരക്കളമായി എന്നുള്ളതാണ്. ജനങ്ങൾ ഓടിക്കൂടിയതിനെ തുടർന്ന് ജംഗ്ഷനിൽ വൻ ഗതാഗത കുരുക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ദയനീയമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് വാഹനം അപകടമുണ്ടാക്കിയ കാറിൽ ഉണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇതേ തുടർന്ന് ലഭിച്ചിട്ടുമുണ്ട്. പിടിയിലായ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന 29-കാരനും അനന്തകൃഷ്ണൻ എന്നിവരും മദ്യപിച്ചു എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. കാറിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികളടക്കം കണ്ടെടുത്തു. അപകടത്തിന് തൊട്ടു പിന്നാലെ എത്തിയ മാധ്യമങ്ങളാണ് കാറിലുണ്ടായിരുന്ന കുപ്പികളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത്. പിന്നാലെയാണ് പോലീസ് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും മദ്യപിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതും. അതായത് നമ്മളുടെ ചെറിയൊരു ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം തന്നെ തകർക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു നമ്മൾ ഈ കണ്ടത്. ഇനി ആ യുവാവിന് മറ്റൊരു കാൽ വെക്കാനുള്ള സർജറികളൊക്കെ നടത്താമെങ്കിൽ പോലും അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമാണ്. സ്വന്തം കാൽ ഇത്തരത്തിൽ നഷ്ടപ്പെടും എന്നുള്ളത്. നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ വാഹന അപകടങ്ങൾ ഒഴിവാകില്ല. മറിച്ച് ഓരോരുത്തരും കൃത്യമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് ജാഗ്രതയോടെ വേണം റോഡിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പല ആളുകളും ഈ ട്രാഫിക് നിയമലംഘനങ്ങളെ കുറിച്ച് പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ കാണാം. ആ ഒരു ട്രാഫിക് നിയമങ്ങൾ വച്ചിരിക്കുന്നത് സർക്കാരിന്റെ മാത്രം ഗുണത്തിന് വേണ്ടിയല്ല, മറിച്ച് വാഹനം ഓടിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ കുടുംബത്തിന്റെ അടക്കം സമാധാനത്തിന് വേണ്ടിയാണ് ഇത്തരം ട്രാഫിക് നിയമങ്ങളൊക്കെ വച്ചിരിക്കുന്നതെന്നും അത് പാലിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവന് ആപത്താകാതിരിക്കുക എന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവന് കൂടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വാഹനം ഓടിക്കുന്ന ഓരോ ആളുകളും പുലർത്തുക എന്നുള്ളതാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്.